അമേരിക്കയിൽ അതിവേഗം പടർന്നു പിടിക്കുന്ന വൊമിറ്റിംഗ് ബഗ് അഥവാ നോറോ വൈറസ് കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു. നിലവിൽ കാലിഫോർണിയ ഉൾപ്പെടെയുള്ള യുഎസിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയയിലെ പസഫിക് ക്രൈസ്റ്റ് ട്രയലിൽ ട്രെക്കിങ്ങിന് പോയ സഞ്ചാരികൾക്ക് വരെ രോഗലക്ഷണങ്ങൾ കണ്ടതായാണ് റിപ്പോർട്ട്. സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ നോറോ വൈറസ് പടരുന്നതായി പകർച്ചവ്യാധി വിദഗ്ധർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലിനമായ ഭക്ഷണം, വെള്ളം, രോഗബാധിതരായ ആളുകളുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെയാണ് ഈ വൈറസ് അതിവേഗം പടരുന്നത്. ഇതൊരു പുതിയ രോഗമല്ലെങ്കിലും ജനിതക മാറ്റം സംഭവിച്ച തീവ്രവ്യാപന ശേഷിയുള്ള വൈറസ് വകഭേദങ്ങൾ കാരണം പലപ്പോഴും രോഗബാധ കുത്തനെ ഉയരാറുണ്ട്. ആമാശയത്തെയും കുടലിനെയും ബാധിക്കുന്ന കടുത്ത വീക്കമാണ് ഈ വൈറസ് ഉണ്ടാക്കുന്നത്. സാധാരണയായി ഇതിനെ സ്റ്റൊമക് ഫ്ലൂ എന്നും വിളിക്കാറുണ്ട്. സ്കൂളുകൾ, നഴ്സിംഗ് ഹോമുകൾ, ആശുപത്രികൾ, റെസ്റ്റോറന്റുകൾ, ക്രൂയിസ് കപ്പലുകൾ തുടങ്ങിയ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലാണ് രോഗം എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്നത്. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ 1000-ലധികം നോറോ വൈറസ് കേസുകളാണ് യുഎസിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 12 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പെട്ടെന്നുണ്ടാകുന്ന ഛർദി, ഓക്കാനം, കടുത്ത വയറിളക്കം, കഠിനമായ വയറുവേദന, കടുത്ത ക്ഷീണം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. ചിലരിൽ പനി, തലവേദന, ശരീരവേദന, വിറയൽ എന്നിവയും കാണാറുണ്ട്. സാധാരണയായി ആരോഗ്യവാനായ ഒരാളിൽ 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ മാറാമെങ്കിലും കടുത്ത നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇതിലെ ഏറ്റവും വലിയ വില. കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, മറ്റ് രോഗബാധിതർ എന്നിവരെ ഇത് ഗുരുതരമായി ബാധിക്കാം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ നന്നായി കഴുകുക. രോഗബാധിതർ തൊട്ട പ്രതലങ്ങളും വസ്ത്രങ്ങളും കൃത്യമായി വൃത്തിയാക്കുക. ഭക്ഷണം പാകം ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും ശുചിത്വം പാലിക്കുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ മറ്റുള്ളവരുമായി ഭക്ഷണം പാകം ചെയ്യരുത്. ധാരാളമായി വെള്ളം കുടിക്കുക. കടുത്ത നിർജ്ജലീകരണം ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ.